നമസ്കാരം പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിൻ്റെ മാത്സ് രണ്ടാമത്തെ ചാപ്റ്റർ തുല്യ ത്രികോണങ്ങൾ ഈക്വൽ ട്രയാങ്കിൾസ് അതിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 28-29 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the green lines in the picture below are parallel and of the same length. One is drawn from the end of the horizontal blue line and the other is drawn from the midpoint of the blue line. First question, are the lengths of the red lines in the picture equal? Why? Second question, are the red lines parallel? ചിത്രത്തിലെ പച്ച വരകൾ ഒരേ നീളമുള്ള സമാന്തര വരകളാണ്. ഒരെണ്ണം വിലങ്ങനെയുള്ള നീലവരയുടെ ഇടത്തെ അറ്റത്തു നിന്നും മറ്റൊരെണ്ണം നീലവരയുടെ മധ്യബിന്ദുവിൽ നിന്നുമാണ് വരച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ചിത്രത്തിലെ ചുവന്ന വരകൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? രണ്ടാമത്തെ ചോദ്യം, ചുവന്ന വരകൾ സമാന്തരമാണോ? ഇവിടെ രണ്ട് ത്രികോണങ്ങളാണുള്ളത്. അതിൽ നമുക്ക് പേര് കൊടുക്കാം ABCDE. ഇതിൽ തന്നിട്ടുള്ള തുല്യമായ സമാന്തര വരകൾ എന്നുള്ളത് ABCD ആണ്. ഇവ തുല്യമാണ്, സമാന്തരമാണ്. ഈ രണ്ട് പച്ച വരകളിൽ ഒന്ന് ഈ AE എന്ന നീലവരയുടെ അറ്റത്തു നിന്നാണ് വരച്ചിരിക്കുന്നത്. AEയുടെ മധ്യബിന്ദുവിൽ നിന്നാണ് CD വരച്ചിരിക്കുന്നത്. C മധ്യബിന്ദു ആയതുകൊണ്ട് തന്നെ AC സമം CE ആണ്. ഈ രണ്ട് വരകളും തുല്യമാണ്. ഇതിലെ ഒന്നാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് BCDE എന്നീ ചുവന്ന വരകൾക്ക് ഒരേ നീളമാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? ഈ BCയും Dയും സൈഡായിട്ട് വരുന്ന, വശങ്ങളായിട്ട് വരുന്ന രണ്ട് ട്രയാങ്കിൾസ്, ത്രികോണങ്ങൾ ഉണ്ടെങ്കിൽ അവ തുല്യമാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയാൽ BCയും Dയും തുല്യമാണ് എന്ന് പറയാം. തുല്യമായ ത്രികോണങ്ങളുടെ സമാന വശങ്ങളും കോണുകളും തുല്യമായിരിക്കും. രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എന്ന് തെളിയിക്കാൻ നമ്മൾ 3 നിബന്ധനകളാണ് പഠിച്ചിട്ടുള്ളത്. 3 റൂൾസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് yes ആണ്. അതായത് രണ്ട് ത്രികോണങ്ങളുടെ 3 വശങ്ങളും തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യമാകും. ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുമുള്ള കോണുകൾ, രണ്ട് ത്രികോണങ്ങളുടെ ഒരു വശവും അതിൻ്റെ രണ്ടറ്റത്തുമുള്ള കോണുകൾ തുല്യമായാൽ ത്രികോണങ്ങൾ തുല്യമാകും. ഇപ്പോൾ നമ്മൾ മൂന്നാമത് പഠിച്ചത് രണ്ട് ട്രയാങ്കിൾസിൻ്റെ, രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് വശങ്ങളും അവയ്ക്കിടയ്ക്കുള്ള കോണും ആ വശങ്ങൾ ചേരുന്ന കോണും തുല്യമാണെങ്കിൽ മൂന്നാമത്തെ ജോഡി വശങ്ങളും തുല്യമാവും, ത്രികോണങ്ങൾ തുല്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾസ്, ത്രികോണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ത്രികോണം ABC, ത്രികോണം ABC, ത്രികോണം CDE. ഇത് കൺസിഡർ ചെയ്യാം, ഇത് പരിഗണിക്കാം. ഇത് ABയും CDയും രണ്ട് സമാന്തരമായ തുല്യ വരകളാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് AB സമം CD എന്നെഴുതാം. AB സമം CD കാരണം തന്നിട്ടുണ്ട്, ഗിവൺ. ഇനി അടുത്തത് AC സമം CE എന്നെഴുതാം. കാരണം AEയുടെ മധ്യബിന്ദുവാണ് C എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ AC സമം CE. C AEയുടെ മധ്യബിന്ദുവാണ്. C ഈസ് മിഡ് പോയിന്റ് ഓഫ് AE. ABയും CDയും തുല്യമാണ്, ACയും CEയും തുല്യമാണ്. അപ്പോൾ ഈ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് ജോഡി വശങ്ങൾ ഈ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് ജോഡി വശങ്ങളോട് തുല്യമാണ്. ഇനി ABയും CDയും സമാന്തര വരകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ AE എന്നുള്ളത് ഒരു നേർവരയുമാണ്. അപ്പോൾ ഈ രണ്ട് സമാന്തര വരകളെ AE എന്ന നേർവര മുറിച്ച് കടക്കുകയാണ്, കട്ട് ചെയ്യാണ്. ഇത് നമ്മൾ ഇപ്പുറത്തേക്കൊന്ന് മാറ്റി വരച്ചാൽ ABCD എന്നീ സമാന്തര വരകളെ ഈ വര മുറിച്ച് കടക്കുകയാണ്. അപ്പോഴുണ്ടാവുന്ന ഈ കോണുകൾ ഇവ തുല്യമാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് സമാന കോണുകൾ, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. രണ്ട് സമാന്തര വരകളെ ഒരു വര മുറിച്ച് കടക്കുമ്പോൾ അവ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ സ്ഥാനത്ത് കിടക്കുന്ന കോണുകൾ സമാന കോണുകളാണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇവ തുല്യമാണ്. അപ്പോൾ ABയും CDയും സമാന്തര വരകളും AE എന്നുള്ളത് ഒരു നേർവര ഇതിനെ മുറിച്ച് കടക്കുന്നതുമാണ്. അപ്പോൾ ഈ സമാന്തര വരകളും ഈ വരയും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരേ സ്ഥാനത്ത് കിടക്കുന്ന ഈ രണ്ട് കോണുകൾ അവ സമാന കോണുകളാണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അവ തുല്യമാണ്. ആംഗിൾ A സമം, ഇവിടെ രണ്ട് ആംഗിൾ ഉള്ളത് കൊണ്ട് ഇത് 3 ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ എഴുതുമ്പോൾ ആംഗിൾ DCE ഇവ തുല്യമാണ്. കാരണം സമാന കോണുകളാണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. നമ്മൾ തെളിയിച്ചത് ഇവിടെ രണ്ട് ത്രികോണങ്ങൾ ABC CDE. ഈ രണ്ട് ത്രികോണങ്ങളിലെ ABയും CDയും തുല്യമാണ്, ACയും CEയും തുല്യമാണ്. ഈ രണ്ട് വശങ്ങൾ ചേരുന്ന ഈ ആംഗിൾ Aയും ഈ രണ്ട് വശങ്ങൾ ചേരുന്ന ഈ ആംഗിൾ DCEയും തുല്യമാണ്. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണുകളും തുല്യമായതുകൊണ്ട് ത്രികോണങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് തന്നെ BCയും Dയും തുല്യമാണ്. കാരണം തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ.
ത്രികോണം എ ബി സി, ത്രികോണം സി ഡി ഇ ഇവ തുല്യമാണ്. ദെർഫോർ ബി സി സമം ഡി ഇ. അതിൻ്റെ റീസൺ തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾസ്. ഇനി ഇതിലെ രണ്ടാമത്തെ ചോദ്യം, ബി സി ഡി ഇ എന്നീ ചുവന്ന വരകൾ സമാന്തരങ്ങളാണോ? ഈ രണ്ട് ത്രികോണങ്ങളിൽ എ ബിയും സി ഡിയും തുല്യവശങ്ങളാണ്. ഈ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള ഒരു കോണാണ് ഈ കോൺ. അതേപോലെ ഈ വശത്തിനെതിരെയുള്ള കോണാണ് ഈ കോൺ. അപ്പോൾ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാവും. അപ്പോൾ ആ കോണുകളൊന്ന് എടുത്തെഴുതാം നമുക്ക്. കോൺ എ സി ബി സമം കോൺ സി ഇ ഡി. കോൺ സി ഇ ഡി. ഈ ബി സി ഡി ഇ ഇത് നമ്മൾ ഇപ്പുറത്തേക്ക് ഒന്ന് മാറ്റി വരച്ചാൽ ഇതാണ് ബി സി ഡി ഇ, ഇതാണ് ആ നീല വര. അപ്പോഴുണ്ടായിട്ടുള്ള നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ആംഗിൾസ് എന്നുള്ളത് ഇത് രണ്ടുമാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും തുല്യമായതുകൊണ്ട്, ഈ രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് ഈ രണ്ട് വരകളും സമാന്തരമാണ്. ഇവ സമാന്തരങ്ങളാണെങ്കിലാണ് ഈ രണ്ട് കോണുകളും തുല്യമാവുക. ഈ രണ്ട് കോണുകൾ തുല്യമായാൽ ഈ വരകൾ സമാന്തരമാണ്. ബി സി ഡി ഇ എന്നീ വരകളെ എ ഇ എന്ന നേർവര മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാന കോണുകളാണ് ആംഗിൾ എ സി ബി, ആംഗിൾ സി ഇ ഡി. അപ്പോൾ ഈ രണ്ട് കോണുകൾ സമാന കോണുകൾ തുല്യമായതുകൊണ്ട് ഈ രണ്ട് വരകളും സമാന്തരങ്ങളാണ്. അപ്പോൾ ബി സി സമാന്തരം ഡി ഇ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് ദ ക്വാഡ്രിലാറ്ററൽ ബിലോ എ പാരലോഗ്രാം? വൈ? ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഇത് പാരലോഗ്രാം ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? ചിത്രത്തിലെ ചതുർഭുജം സാമാന്തരികമാണോ? എന്തുകൊണ്ട്? നമുക്ക് നോക്കാം. തന്നിട്ടുള്ള ചതുർഭുജം ഒരു സാമാന്തരികമാണോ പാരലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചതുർഭുജത്തിൻ്റെ എതിർവശങ്ങൾ എന്ന് പറയുന്നത് എ ഡി എന്ന വശത്തിന് എതിരായിട്ടുള്ളത് ബി സി ആണ്. അതേപോലെ എ ബി എന്ന വശത്തിന് എതിരെയുള്ളത് ഡി സി ആണ്. ഈ രണ്ട് ജോഡി എതിർവശങ്ങളും തുല്യവും സമാന്തരവുമായാലാണ് ഈ ചതുർഭുജം സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം ആവുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് നീളങ്ങൾ തുല്യമാവാൻ അവ വശങ്ങളായിട്ട് വരുന്ന രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ ഇവിടെ രണ്ട് ത്രികോണങ്ങളുണ്ട്. ആ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണോ എന്ന് നോക്കാം. ആ ത്രികോണങ്ങൾ ത്രികോണം എ ബി സി, ത്രികോണം എ ഡി സി. ഇവിടെ രണ്ട് ത്രികോണങ്ങൾ, ത്രികോണം എ ബി സി, ത്രികോണം എ ഡി സി. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളിൽ എ ബി സമം ഡി സി ആണ്. അത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് നീളങ്ങളും തുല്യമാണ്. പിന്നെ ഈ രണ്ട് ത്രികോണങ്ങളിലെ പൊതുവായ ഒരു വശമാണ് എ സി എന്നുള്ളത്. എ സി എന്നുള്ളത് ഈ ത്രികോണത്തിൻ്റെയും ഈ ത്രികോണത്തിൻ്റെയും പൊതുവായ വശമാണ്. അപ്പോൾ ആ വശങ്ങളും തുല്യമാണെന്ന് പറയാം. എ ബി സമം ഡി സി സമം 4 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജോഡി വശങ്ങൾ തുല്യമാണ്. എ സി എന്നുള്ളത് ത്രികോണം എ ബി സിയുടെയും ത്രികോണം എ ഡി സിയുടെയും പൊതുവായ വശമാണ്. അതുകൊണ്ട് അവ തുല്യമാണ്. എ സി സമം എ സി. അതിൻ്റെ കാരണം പൊതുവായ വശം, കോമൺ സൈഡ്. ഈ രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് ജോഡി വശങ്ങൾ എ ബി സമം സി ഡി, അതേപോലെ എ സി സമം എ സി. രണ്ട് ത്രികോണങ്ങളുടെയും രണ്ട് ജോഡി വശങ്ങൾ തുല്യമാണെന്ന് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഈ രണ്ട് കോണുകളാണ്. അപ്പോൾ ഈ വശത്തിൻ്റെയും ഈ വശത്തിൻ്റെയും ഇടയ്ക്കുള്ള കോണാണ്, അവ ചേരുന്ന കോണാണ് ഈ കോൺ. അതേപോലെ തുല്യമായ ഈ രണ്ട് വശങ്ങളുടെയും ഇടയിലുള്ള കോണാണ് ഈ കോൺ. അവ രണ്ടും തുല്യമാണ്. ഈ കോണിനെ കോൺ ബി എ സി എന്ന് പറയാം. ഈ കോൺ ഡി സി എ. അപ്പോൾ കോൺ ബി എ സി സമം കോൺ ഡി സി എ സമം 35 ഡിഗ്രി. ഇതും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടെത്തിയത് ഈ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും ഈ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളോടും അവ ചേരുന്ന കോണിനോടും തുല്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെന്ന് പറയാം. കാരണം ത്രികോണങ്ങളുടെ രണ്ട് ജോഡി വശങ്ങളും അവ ചേരുന്ന കോണും തുല്യമാണ്. ഇൻ ദീസ് ടു ട്രയാങ്കിൾസ് ദ ലെങ്ത്സ് ഓഫ് ദ ടു സൈഡ്സ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ആർ ദ സെയിം. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വശമായ ബി സിയും എ ഡിയും തുല്യമാണ്. ബി സി സമം എ ഡി. അതിൻ്റെ കാരണം സമാന വശങ്ങളാണ്, കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് ദ ടു ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഇതിൻ്റെ എതിർവശങ്ങൾ എ ഡിയും ബി സിയും തുല്യമാണെന്ന് കിട്ടി. ഇനി സമാന്തരമാണെന്നും കൂടെ തെളിയിക്കണം. അപ്പോൾ ഇനി നമുക്കതിനായിട്ട് ഈ എ ഡി ബി സി എതിർവശങ്ങൾ എടുക്കാം. അതൊന്ന് മാറ്റി വരച്ചതാണ് എ ഡി ബി സി. അതിനെ എ സി എന്ന നേർവര ഖണ്ഡിക്കുകയാണ് ഇവിടെ. അപ്പോഴുണ്ടാകുന്ന ഒരു ജോഡി കോണുകളാണ് ഈ കോണും ഈ കോണും. ഈ രണ്ട് കോണുകൾ തുല്യമാണ്. കാരണം 4 സെൻറ്റിമീറ്റർ വശത്തിന് എതിരെയുള്ള കോണാണിത്. ഈ 4 സെൻറ്റിമീറ്റർ നീളമുള്ള വശത്തിന് എതിരെയുള്ള കോണാണിത്. എ ഡി ബി സി അതിനെ ഒരു നേർവര ഖണ്ഡിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ജോഡി കോണുകളാണ്.
ഈ കോണുകളാണ് നമുക്ക് തുല്യമാണെന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ടും സമാന്തര വരകളാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് തുല്യമാണ്. അതേപോലെ ഈ രണ്ട് ആംഗിൾസ് തുല്യമാണെങ്കിൽ ഇവ സമാന്തര വരകളുമാണ്. നമുക്ക് ഈ രണ്ട് ആംഗിൾസും തുല്യമാണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എ ഡി സമാന്തരം ബി സി, എ ഡിയും ബി സിയും പാരലൽ ലൈൻസ് ആണ്. Therefore എ ഡി പാരലൽ ബി സി. അപ്പോൾ ഈ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. അതേപോലെ ഈ വശങ്ങൾ എടുക്കാം. എ ബി ഡി സി ഇവ തുല്യമാണെന്ന് തന്നിട്ടുണ്ട്, 4 സെന്റിമീറ്റർ വീതമാണെന്ന്. ഇനി ബി എ സി ഡി എന്നീ രണ്ട് വരകളെ എ സി എന്ന നേർവര ലൈൻ കട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ജോഡി ആംഗിൾസ് ആണ് ഈ 35 എന്ന് നമുക്ക് തന്നിട്ടുള്ള ഈ ആംഗിളും ഈ ആംഗിളും. രണ്ടും 35 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് തുല്യമാണ്. അതായത് ആ രണ്ട് വരകൾ നമ്മൾ ഇവിടെ ഒന്ന് എടുത്തു വരച്ചാൽ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ നേർവര ഖണ്ഡിക്കുകയാണ്. അപ്പോഴുണ്ടാകുന്ന ആംഗിൾസ് ആണിവ. ഇത് തുല്യമാണ് എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 35-35 ഈ രണ്ട് വരകൾ സമാന്തരമാവുമ്പോഴാണ് ഈ ഒരു ജോഡി മറുകോണുകൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആവുന്നത്. ഇനി ആംഗിൾസ് ഈക്വൽ ആയാൽ ഈ രണ്ട് വരകളും സമാന്തരമാണ്. അതുകൊണ്ട് ബി എയും സി ഡിയും സമാന്തരമാണ്. എ ബി സമം ഡി സി സമം 4 സെന്റിമീറ്റർ അത് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ബി എ സി സമം ആംഗിൾ ഡി സി എ. ആംഗിൾ ബി എ സി സമം ആംഗിൾ ഡി സി എ അത് തന്നിട്ടുണ്ട്. എ ബി പാരലൽ ഡി സി, എ ബിയും ഡി സിയും സമാന്തരമാണ്. ചതുർഭുജം എ ബി സി ഡിയുടെ രണ്ട് ജോഡി എതിർവശങ്ങളും തുല്യവും സമാന്തരവുമായതുകൊണ്ട് ചതുർഭുജം എ ബി സി ഡി ഒരു സാമാന്തരികമാണ്. Two pairs of opposite sides are equal and parallel. Therefore, quadrilateral ABCD is a parallelogram. Third question. In the figure below, the lines AB and CD are parallel. M is the midpoint of AB. Are the quadrilaterals AMCD and MBCD parallelograms? Why? Calculate all the angles of the triangles AMD, MBC, DCM. ചിത്രത്തിലെ ചതുർഭുജത്തിൽ എ ബി സി ഡി എന്നീ വരകൾ സമാന്തരമാണ്. എ ബിയുടെ മധ്യബിന്ദുവാണ് എം. എ എം സി ഡി, എം ബി സി ഡി എന്നീ ചതുർഭുജങ്ങൾ സാമാന്തരികങ്ങളാണോ? എന്തുകൊണ്ട്? എ എം ഡി, എം ബി സി, ഡി സി എം എന്നീ ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക. എ എം സി ഡി ഈ ഒരു ചതുർഭുജം, എം ബി സി ഡി എന്നുള്ളത് എം ബി സി ഡി. ഇവിടെ രണ്ട് ചതുർഭുജങ്ങളുണ്ട്. ഇത് രണ്ടും സാമാന്തരികമാണോ എന്ന് തെളിയിക്കണം. പിന്നെ 3 ത്രികോണങ്ങളുണ്ട്. ഈ 3 ത്രികോണങ്ങളുടെയും എല്ലാ കോണുകളും കണ്ടുപിടിക്കണം. ചോദ്യത്തിന്റെ ഏകദേശ ചിത്രമാണിത്. നമുക്ക് തന്നിട്ടുള്ളത് എ ബി സി ഡി എന്ന ചതുർഭുജത്തിൽ എ ബി ഡി സി എന്നീ വരകൾ സമാന്തരങ്ങളാണ്. എ ബിയുടെ നീളം 6 സെന്റിമീറ്റർ, എം എന്നുള്ളത് എ ബിയുടെ മധ്യബിന്ദുവാണ്, ഡി സിയുടെ നീളം 3 സെന്റിമീറ്റർ, ഈ കോൺ 40 ഡിഗ്രി, ഈ കോൺ 60 ഡിഗ്രി. എ എം സി ഡി, എം ബി സി ഡി ഈ രണ്ട് ചതുർഭുജങ്ങളും സാമാന്തരികങ്ങളാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. എ ബിയുടെ നീളം 6 സെന്റിമീറ്റർ എന്നും എം മധ്യബിന്ദു ആണെന്നും തന്നിട്ടുണ്ട്. അതുകൊണ്ട് എ എം സമം എം ബി ആയിരിക്കും. അപ്പോൾ എ എമ്മിന്റെ നീളം 3 സെന്റിമീറ്ററും എം ബി സമം 3 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ആദ്യം നമുക്ക് ചതുർഭുജം എ എം സി ഡി പരിഗണിക്കാം. ഒരു ചതുർഭുജം സാമാന്തരികമാണെങ്കിൽ അതിന്റെ രണ്ട് ജോഡി എതിർവശങ്ങളും തുല്യവും സമാന്തരവും ആവും. അപ്പോൾ എ എം സി ഡിയുടെ രണ്ട് ജോഡി എതിർവശങ്ങളും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ തുല്യവും സമാന്തരവുമാണ് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ഇതിന്റെ എതിർവശങ്ങൾ എന്നുള്ളത് എ എം ഡി സി ആണ് ഒരു ജോഡി എതിർവശങ്ങൾ, ഡി എ സി എം ആണ് അടുത്ത ജോഡി എതിർവശങ്ങൾ. എ എം സമം ഡി സി എന്ന് നമുക്ക് പറയാം, കാരണം ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. എ ബിയും ഡി സിയും പാരലൽ ആണ്, സമാന്തരമാണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചതുർഭുജത്തിന്റെ ഈ ഒരു ജോഡി എതിർവശങ്ങൾ എ എമ്മും ഡി സിയും തുല്യവുമാണ്, സമാന്തരവുമാണ്. അത് നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡി എ സി എം അവ തുല്യമാണെന്നും സമാന്തരമാണെന്നും തെളിയിച്ചാൽ മതി. ഡി എ സി എം ഇവ തുല്യമാവണമെങ്കിൽ ഈ ഡി എയും സി എമ്മും വശങ്ങളായിട്ട് വരുന്ന രണ്ട് ത്രികോണങ്ങളുണ്ട്, രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസ് തുല്യമാണെങ്കിൽ ഡി എ സമം സി എം ആണെന്ന് നമുക്ക് പറയാം. ആ തുല്യ ത്രികോണങ്ങളുടെ സമാന വശങ്ങൾ. ഈ രണ്ട് ത്രികോണങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ത്രികോണം എ എം ഡി, ത്രികോണം സി എം ഡി. ഈ രണ്ട് ത്രികോണങ്ങളിൽ എ എം സമം ഡി സി സമം 3 സെന്റിമീറ്റർ എന്ന് പറയാം. അത് നമുക്ക് തന്നിട്ടുള്ളതാണ്. എ എം സമം ഡി സി സമം 3 സെന്റിമീറ്റർ. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളുടെയും ഒരു ജോഡി വശങ്ങൾ തുല്യമാണെന്ന് കിട്ടി.
ഇനി അടുത്ത വശങ്ങൾ നോക്കുകയാണെങ്കിൽ DACM അത് തുല്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് തുല്യമാണെന്ന് തെളിയിക്കുന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ആ വശങ്ങൾ തുല്യമാണെന്ന് പറയാൻ പറ്റില്ല. അടുത്ത വശം, ഈ ത്രികോണത്തിൻ്റെ ഒരു വശമാണ് DM, അതേപോലെ ഈ ത്രികോണത്തിൻ്റെയും ഒരു വശമാണ് DM. അപ്പോൾ DM എന്നുള്ളത് ഈ രണ്ട് ത്രികോണങ്ങളുടെയും കോമൺ സൈഡാണ്, പൊതുവായ വശമാണ്. അതുകൊണ്ട് ഈ വശം തുല്യമാണെന്ന് പറയാം. അപ്പോൾ DM സമം DM, അതിൻ്റെ റീസൺ പൊതുവായ വശം. അപ്പോൾ ഈ വശവും തുല്യമാണ്. ഇനി ഈ വശങ്ങളും തുല്യമാണ്. രണ്ട് വശങ്ങളും അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളും മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളോടും അതിനിടയ്ക്കുള്ള ആംഗിളിനോടും തുല്യമായാൽ മൂന്നാമത്തെ വശവും തുല്യമാവും, ത്രികോണങ്ങൾ തുല്യമാവും എന്ന് പഠിച്ചു. ഇവിടെ നമുക്ക് രണ്ട് ജോഡി വശങ്ങൾ തുല്യമാണെന്ന് കിട്ടിയിട്ടുണ്ട്. AM സമം DC, DM സമം DM. ഇനി ഈ രണ്ട് വശങ്ങൾ ചേരുന്ന കോൺ ഒന്ന് ഇതാണ്. ഈ രണ്ട് വശങ്ങൾ ചേരുന്ന കോൺ ഈ ത്രികോണത്തിൽ ഈ ഒരു ആംഗിളാണ്. ഈ രണ്ട് ആംഗിൾ തുല്യമാണ്, കാരണം ABDC എന്നീ സമാന്തര വരകളെ, പാരലൽ ലൈൻസിനെ DM എന്ന സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ജോഡി ഓൾട്ടർനേറ്റ് മറുകോണുകളാണിവ. അതുകൊണ്ട് ഇവ തുല്യമാണ്. ഇതാണ് ABDC എങ്കിൽ അതിനെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിളും തുല്യമാണ്. അപ്പോൾ ഈ രണ്ട് പാരലൽ ലൈൻസിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജോഡി മറുകോണുകളാണിവ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ AM-ഉം DC-യും പാരലൽ ലൈൻസ് സമാന്തര വരകളാണെന്ന് തന്നിട്ടുള്ളത് കൊണ്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ ഈ ആംഗിളിനെ നമുക്ക് ആംഗിൾ AMD എന്നും ഈ ആംഗിളിനെ ആംഗിൾ CDM എന്നും പറയാം. ആംഗിൾ AMD സമം ആംഗിൾ CDM, ആംഗിൾ AMD സമം ആംഗിൾ CDM. ഈ ആംഗിളും ഈക്വൽ ആണ്. അതിൻ്റെ റീസൺ മറുകോണുകൾ. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ AMD CMD ഇവ ഈക്വൽ ആണെന്ന് പറയാം. കാരണം ഈ ട്രയാങ്കിളിൻ്റെ ഈ ഒരു വശവും അവയ്ക്കിടയ്ക്കുള്ള ഈ ഒരു കോണും ഈ ട്രയാങ്കിളിൻ്റെ ഈ വശത്തിനോടും അതിൻ്റെ ഇടയ്ക്കുള്ള ഈ കോണിനോടും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ട്രയാങ്കിൾ AMD, ട്രയാങ്കിൾ CMD ഇവ തുല്യമാണ്. അതിൻ്റെ റീസൺ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണുകളും തുല്യമാണ്. 2 sides and angle between them are same. ഈ ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് DA എന്നുള്ളത്. അപ്പോൾ ഈ തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങളാണ്, ഈ കോണിനെതിരെയുള്ള വശമാണ് DA, ഈ കോണിനെതിരെയുള്ള വശമാണ് CM. അതുകൊണ്ട് DA സമം CM. ഇതിന്റെ റീസൺ തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ. അപ്പോൾ DA സമം CM ആണ്. അതുകൊണ്ട് ഈ ചതുർഭുജത്തിന്റെ ഈ രണ്ടാമത്തെ ജോഡി എതിർവശങ്ങൾ തുല്യമാണ്. DA CM എന്നീ വരകളെ DM എന്ന സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ജോഡി മറുകോണുകളാണ് ഈ രണ്ട് കോണുകൾ. അതൊന്നും ഇങ്ങോട്ട് മാറ്റി വരച്ചാൽ DA CM അതിനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിളും ഇത് ഒരു ജോഡി മറുകോണുകളാണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഇനി ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായതുകൊണ്ട് തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമാണ്. ഈ AM എന്നുള്ളത് 3 സെന്റിമീറ്റർ ആണ്. ഈ 3 സെന്റിമീറ്ററിന് എതിരെ കിടക്കുന്ന കോണാണ്, അതുപോലെ ഈ 3 സെന്റിമീറ്ററിന് എതിരെയുള്ള കോണാണ് ഈ കോൺ. ഈ ത്രികോണങ്ങൾ തുല്യമാണ്, അതുകൊണ്ട് തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമാണ്. അപ്പോൾ ADM സമം CMD. ആംഗിൾ ADM സമം ആംഗിൾ CMD. അതിൻ്റെ റീസൺ ഇതാണ്, തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് അത് മനസ്സിലാവാൻ കുറച്ച് ഡാർക്കൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇനി DA CM എന്നീ വരകളെ DM എന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മറുകോണുകളാണിവ. ഇവ തുല്യമാണെന്ന് നമുക്ക് കിട്ടി. DA CM എന്നീ രണ്ട് വരകളെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മറുകോണുകളാണിവ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണിത്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സമാന്തര വരകളാണെങ്കിൽ ഈ മറുകോണുകൾ തുല്യമാവും. അതേപോലെ തന്നെ ഈ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ ഈ രണ്ട് വരകളും സമാന്തരമാവും. ഈ രണ്ട് കോണുകൾ തുല്യമായതുകൊണ്ട് DA CM ഇവ സമാന്തരങ്ങളാണ്. ആയതുകൊണ്ട് DA പാരലൽ ടു CM. അതിൻ്റെ റീസൺ
അതായത് മറുകോണുകളാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. ഈ കോണുകൾ തുല്യമാണെങ്കിൽ ആ വരകൾ സമാന്തരങ്ങളായിരിക്കും. അപ്പോൾ ഡി എ സമാന്തരം പാരലൽ ടു സി എം. എ എം സി ഡി എന്ന ചതുർഭുജത്തിൽ 2 ജോഡി എതിർവശങ്ങളും സമവും സമാന്തരവുമാണെന്ന് നമുക്ക് കിട്ടി. ഒരു ജോഡി എ എമ്മും ഡി സിയും ആയിരുന്നു. അത് 3 സെന്റിമീറ്റർ വീതമാണെന്നും പാരലൽ ആണെന്നും നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ജോഡിയാണ് നമ്മൾ കണ്ടെത്തിയത് ഡി എ സി എം. ഇവ തുല്യമാണെന്ന് നമ്മൾ കണ്ടെത്തിയത് ഈ 2 ത്രികോണങ്ങൾ തുല്യമാക്കിക്കൊണ്ടാണ്. ഇനി സമാന്തരമാണെന്ന് പറഞ്ഞത് തുല്യവശങ്ങൾക്കെതിരെ കിടക്കുന്ന ഈ കോണുകൾ തുല്യമായതുകൊണ്ട് ഡി എ സി എം എന്നീ 2 വരകളെ ഡി എം എന്ന സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന 2 ആംഗിൾസ് ആണ്, മറുകോണുകളാണിവ. ഇവ തുല്യമായതുകൊണ്ട് ഡി എ സി എം പാരലൽ ലൈൻസ് ആണ്. ചതുർഭുജം എ എം സി ഡിയിലെ ഒരു ജോഡി എതിർവശങ്ങളായ എ എം സമം ഡി സി, എ എം പാരലൽ ടു ഡി സി. രണ്ടാമത്തെ ജോഡി എതിർവശങ്ങൾ ഡി എ സമം സി എം, ഡി എ പാരലൽ ടു സി എം. ഈ ഒരു സാമാന്തരികമാണ് പാരലലോഗ്രാം. ഇനി എം ബി സി ഡിയും ഒരു സാമാന്തരികമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇതിലും എം ബി 3 സെന്റിമീറ്റർ ആണ്, ഡി സിയും 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യമാണ്. ഇനി എ ബിയും ഡി സിയും സമാന്തരമാണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എം ബിയും ഡി സിയും സമാന്തരമാണ്. അപ്പോൾ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണെന്ന് ചോദ്യത്തിൽ തന്നെയുണ്ട്. ഡി എമ്മും സി ബിയുമാണ് തുല്യവും സമാന്തരവുമാണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ തുല്യമാണെന്ന് തെളിയിക്കാൻ ഈ 2 ത്രികോണങ്ങൾ തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. പിന്നെ സമാന്തരമാണെന്ന് തെളിയിക്കാൻ ഈ സി എം എന്ന സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മറുകോണുകൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് തുല്യമാണെന്ന് കണ്ടാൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം 2 ത്രികോണങ്ങൾ കൺസിഡർ പരിഗണിക്കുകയാണ്. ത്രികോണം എം ബി സി, ത്രികോണം സി എം ഡി. ഈ 2 ത്രികോണങ്ങൾ എടുത്തു. അതിൽ എം ബി സമം ഡി സി, എം ബി സമം ഡി സി ആണ്. സമം 3 സെന്റിമീറ്റർ. കാരണം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എം ബി പാരലൽ ഡി സി, എം ബിയും ഡി സിയും സമാന്തരമാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. ഇനി അടുത്ത ജോഡി എതിർവശങ്ങൾ തുല്യമാണെന്ന് തെളിയിക്കാൻ അവ വശങ്ങളായിട്ടുള്ള ആ 2 ത്രികോണങ്ങൾ എടുക്കാം. ത്രികോണം ഡി എം സി, ത്രികോണം എം ബി സി. ഈ 2 ത്രികോണങ്ങൾ എടുക്കാം. ഈ ത്രികോണങ്ങളിൽ എം ബി സമം ഡി സി, അതിൻ്റെ ഒരു ജോഡി വശങ്ങൾ തുല്യമാണ്. എം ബി സമം ഡി സി സമം 3 സെന്റിമീറ്റർ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സി എം എന്നുള്ളത് കോമൺ സൈഡാണ്. 2 ട്രയാങ്കിൾസിൻ്റെയും പൊതുവായ വശമാണ്. അപ്പോൾ സി എം സമം സി എം. അപ്പോൾ ഈ ട്രയാങ്കിൾസിൻ്റെ 2 ജോഡി വശങ്ങൾ തുല്യമാണെന്ന് കിട്ടി. ഇനി ആ വശങ്ങൾ ചേരുന്ന ആ വശങ്ങൾക്കിടയ്ക്കുള്ള കോൺ നോക്കാം. ഈ വശവും ഈ വശവുമാണ് തുല്യം എന്ന് പറഞ്ഞത്. അവയ്ക്കിടയ്ക്കുള്ള കോൺ ഇത്. ഈ വശവും ഈ വശവുമാണ്. അതിനിടയ്ക്കുള്ള കോണാണ് ഇത്. ഒരേ സൈനിട്ട് സൂചിപ്പിക്കുകയാണ് ഈ 2 കോണുകൾ. ഇവിടെ ഡി സിയും എം ബിയും പാരലലാണ്, സമാന്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമാന്തര വരകളെ ഈ സി എം എന്ന സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു ജോഡി മറുകോണുകളാണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഈ 2 ആംഗിൾസ്. അതുകൊണ്ട് ഇവ ഈക്വൽ ആണ്. ഡി സി എ ബി എന്നീ 2 സമാന്തര വരകളെ ഈ ഒരു സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു ജോഡി ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, മറുകോണുകളാണ് ഈ ആംഗിളും ഈ ആംഗിളും. അതുകൊണ്ട് ഈ ആംഗിൾസ് ഈക്വൽ ആണ്. കാരണം ഡി സിയും എം ബിയും സമാന്തരങ്ങളാണ്, പാരലൽ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 വരകളെ ഈ ഒരു സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ ഒരു ജോഡി മറുകോണുകൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഈ ഒരു ജോഡി മറുകോണുകൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾ ഡി സി എം സമം ആംഗിൾ ബി എം സി. റീസൺ ഓൾട്ടർനേറ്റ് ആംഗിൾസ് മറുകോണുകൾ. അതുകൊണ്ട് ട്രയാങ്കിൾ എം ബി സി, ട്രയാങ്കിൾ എം സി ഡി, ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പറയാം. ഈ ട്രയാങ്കിളിന്റെ 2 വശങ്ങളും അത് ചേരുന്ന ഈ ഒരു കോണും ഈ ട്രയാങ്കിളിന്റെ ഈ 2 വശങ്ങളോടും അത് ചേരുന്ന ഈ ഒരു കോണിനോടും തുല്യമാണ്. അതുകൊണ്ട് ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. ട്രയാങ്കിൾ എം ബി സി, ട്രയാങ്കിൾ സി എം ഡി, എം ബി സി സി എം ഡി, ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. ആ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. അതിൻ്റെ കാരണം 2 വശങ്ങളും അവ ചേരുന്ന കോണുകളും തുല്യമാണ്. 2 sides ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ആർ ഈക്വൽ. അതുകൊണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡും ഈക്വൽ ആണെന്ന് പറയാം. ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് സി ബി. അതേപോലെ ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഡി എം. ഡി എം സമം സി ബി. തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യം. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്.
അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ജോഡി എതിർവശങ്ങൾ തുല്യമാണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് സമാന്തരമാണെന്നും കൂടെ കാണണം. ഇനി ഈ തുല്യ ത്രികോണങ്ങളിൽ ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. ഈ 3 സെൻറ്റിമീറ്ററിന് എതിരെയുള്ള ആംഗിളാണ് ഈ ഒരു ആംഗിള്. ഈ 3 സെൻറ്റിമീറ്ററിനെതിരെയുള്ള ആംഗിളാണ് നമ്മൾ മുമ്പേ ഡാർക്കൺ ചെയ്ത ഈ ഒരു ആംഗിള്. അപ്പോൾ ഈ 3 സെൻറ്റിമീറ്ററിനെതിരെയുള്ള ഈ ആംഗിളും ഒന്ന് ഡാർക്കൺ ചെയ്യുകയാണ്. അപ്പോൾ ഈ 3 സെൻറ്റിമീറ്ററിനെതിരെയുള്ള ആംഗിളാണ് ഇത്, ഈ 3 സെൻറ്റിമീറ്ററിനെതിരെയുള്ള ആംഗിളാണ് ഈ ആംഗിള്. അതുകൊണ്ട് ഈ രണ്ട് കോണുകളും തുല്യമാണ്. അപ്പോൾ ഈ കോണുകൾ എന്തൊക്കെയാണെന്നൊന്ന് എഴുതാം. ഡി എം സി, ഈ കോണെന്നുള്ളത് ബി സി എം. അപ്പോൾ ആംഗിൾ ഡി എം സി സമം ആംഗിൾ ബി സി എം, തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ഡി എം സി ബി എന്നീ രണ്ട് വരകളെ ഈ സി എം എന്ന സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മറുകോണുകളാണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് നമ്മളിപ്പോൾ ഈ ഡാർക്കൺ ചെയ്തിട്ടുള്ള ഈ ആംഗിൾസ്. ആംഗിൾ ഡി എം സി, ആംഗിൾ ബി സി എം. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് ഡി എമ്മും സി ബിയും പാരലലാണ്, സമാന്തരമാണ്. അപ്പോൾ ഡി എം പാരലൽ ടു സി ബി. ചതുർഭുജം എം ബി സി ഡിയിൽ എം ബി സമം ഡി സി, എം ബി പാരലൽ ടു ഡി സി, അതേപോലെ ഡി എം സമം സി ബി, ഡി എം പാരലൽ ടു സി ബി. അപ്പോൾ രണ്ട് ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. അതുകൊണ്ട് എം ബി സി ഡി ഒരു സാമാന്തരികമാണ്. എം ബി സി ഡി ഇസ് എ പാരലോഗ്രാം. കുട്ടികളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്ത് പഠിക്കണം, അപ്പോൾ നമുക്ക് ഈസി ആവും. നമ്മളോട് ചോദിച്ചത് എ എം സി ഡി, എം ബി സി ഡി ഈ രണ്ട് ചതുർഭുജങ്ങളും സാമാന്തരികങ്ങളാണോ എന്നാണ് ചോദിച്ചത്. നമ്മൾ സാമാന്തരികങ്ങളാണെന്ന് കണ്ടെത്തി. ഒരു ചതുർഭുജം സാമാന്തരികമാണെങ്കിൽ അതിൻ്റെ രണ്ട് ജോഡി എതിർവശങ്ങളും തുല്യവും സമാന്തരവും ആവണം. ആദ്യം നമ്മൾ എ എം സി ഡി എന്ന ചതുർഭുജമാണ് എടുത്തത്. അതിൻ്റെ എ എമ്മും ഡി സിയും തുല്യമാണെന്നും സമാന്തരമാണെന്നും നമുക്ക് തന്നിരുന്നു. അതുകൊണ്ട് ആ ഒരു ജോഡി എതിർവശങ്ങൾ നമുക്ക് തുല്യമാണെന്ന് കിട്ടി. പിന്നെ നമ്മൾ തെളിയിച്ചത് ഡി എയും സി എമ്മുമാണ്. അതിനായി ഈ രണ്ട് ത്രികോണങ്ങൾ നമ്മൾ എടുത്തു. ആ ത്രികോണങ്ങളുടെ ഒരു ജോഡി വശങ്ങൾ നമുക്ക് തന്നിട്ടുള്ള ഈ 3 സെൻറ്റിമീറ്റർ ആണ്. പിന്നത്തെ വശം രണ്ടിനും പൊതുവായിട്ടുള്ള ഈ ഡി എം എന്ന വശമാണ് കോമൺ സൈഡ്. ഇനി രണ്ട് വശങ്ങൾക്കിടയ്ക്കുള്ള കോൺ എന്നുള്ളത് എ എമ്മും ഡി സിയും സമാന്തരങ്ങളായതുകൊണ്ട്, പാരലൽ ആയതുകൊണ്ട് ഡി എം എന്ന സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മറുകോണുകൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരുന്നു. അതുകൊണ്ട് ഇത് സമാന്തരങ്ങളായതുകൊണ്ട് ആ ആംഗിൾസ് നമ്മൾ തുല്യമാണ് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണ് ഈ രണ്ട് ത്രികോണങ്ങൾ നമ്മൾ തുല്യമാണെന്ന് തെളിയിച്ചത്. ഇനി തുല്യമായതുകൊണ്ട് തുല്യമായിട്ടുള്ള ആ കോണുകൾക്ക് എതിരെയുള്ള ഈ വശങ്ങളും നമ്മൾ തുല്യമാണെന്ന് കിട്ടി. കാരണം രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാവും, തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാവും. അതുകൊണ്ട് ആ തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ തുല്യമാണെന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഡി എ സമം സി എം എന്ന് എഴുതിയത്. ഇനി അത് സമാന്തരമാണെന്ന് തെളിയിക്കാൻ എ എം ഡി സി സമാന്തര വരകളെ ഈ ഡി എം എന്ന സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന മറുകോണുകളല്ലാതെ മറ്റൊരു ജോഡി കോണുകളും കൂടി അവിടെ ഉണ്ട്. ആ കോണുകളും നമ്മൾ തുല്യമാണെന്ന് പറഞ്ഞു. കാരണം തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളായിരുന്നു അത്. ആ കോണുകൾ തുല്യമായതുകൊണ്ട് ഡി എ സി എം എന്നീ വരകളെ ഡി എം എന്ന സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുമ്പോഴുള്ള മറുകോണുകളാണത്. ആ കോണുകൾ തുല്യമായതുകൊണ്ട് ഇവ സമാന്തരമാണ് എന്ന് നമ്മൾ തെളിയിച്ചു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തത്. കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നുമെങ്കിലും നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസിയാണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം. ഇതിൽ 3 ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾ എ എം ഡി, ഡി എം സി, എം ബി സി. ഈ എല്ലാ ത്രികോണങ്ങളുടെയും എല്ലാ കോണുകളും കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ രണ്ട് കോണുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 40, ഇത് 60 ആണ്. എ എം സി ഡി ഒരു സാമാന്തരികമാണ്. അതുകൊണ്ട് അതിൻ്റെ എതിർകോണുകൾ തുല്യമാണ്. ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഈ കോണും 40 ഡിഗ്രിയാണ്. അതുപോലെ എം സി ഡിയും ഒരു സാമാന്തരികമാണ്, പാരലോഗ്രാം ആണെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ 60 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ആംഗിളും 60 ആണ്. അപ്പോൾ ആംഗിൾ ബി സമം 60, ആംഗിൾ എം ഡി സിയും 60. അപ്പോൾ ആംഗിൾ ബി സമം എം ഡി സി സമം 60. ഇതിന് സെയിം റീസൺ തന്നെ. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണുകളുടെ തുക 180 ആണ്. ഇത് 60ഉം 40ഉം ആണ്. 180ൽ നിന്ന് ഈ രണ്ട് കോണുകൾ കുറച്ചാൽ മതി. അപ്പോൾ ആംഗിൾ സി എം ഡി എന്നുള്ളത് 180 മൈനസ് 60ഉം 40ഉം കൂടെ കൂട്ടിയത് വേണം ഇതിൽ നിന്ന് കുറയ്ക്കാൻ. അതുകൊണ്ട് നമുക്കതിനൊരു ബ്രാക്കറ്റ് ഇടാം. സമം 180 മൈനസ് 60ഉം 40ഉം എന്ന് പറഞ്ഞാൽ 100 സമം 80.
ഇനി ഡി സി സമം 3 സെൻറ്റിമീറ്റർ ആണ്, എ എമ്മും 3 സെൻറ്റിമീറ്റർ ആണ്. തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. 3 സെൻറ്റിമീറ്ററിനെതിരെയുള്ള ഈ കോൺ 80 ആണെങ്കിൽ ഈ 3 സെൻറ്റിമീറ്ററിനെതിരെയുള്ള ഈ കോണും 80 ആണ്. ആംഗിൾ എ ഡി എം സമം ആംഗിൾ ഡി എം സി. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്, തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ. അപ്പോൾ ഇത് തുല്യമാണ്. ഇനി ഇത് 40ഉം ഇത് 80ഉം ആണെങ്കിൽ ഈ ആംഗിള് 180ൽ നിന്ന് ഇത് രണ്ടും കൂടെ കൂട്ടിയത് കുറച്ചാൽ മതി. 80ഉം 40ഉം 120 ആണ്. അത് 180ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ഇത് 60. അതുപോലെ ഈ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഇവിടെ 80 ആണ്. ഇവിടെയും 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ഇത് 80 ആയിരിക്കും. ഇതിലും 80ഉം 60ഉം 140. 180ൽ നിന്ന് 140 മൈനസ് ചെയ്താൽ 40. ത്രികോണം എ എം ഡിയുടെ കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി. ത്രികോണം എം ബി സിയുടെ കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി. ത്രികോണം ഡി സി എമ്മിൻ്റെ കോണുകളും 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി. ഒരു ആനക്കോട്ടയിലൂടെ നടക്കുകയായിരുന്നു ഒരാൾ. അവിടെ ആനകളെ കൂട്ടിലിടുകയോ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവിടെ നിന്ന് അവ പുറത്തു പോകാതിരിക്കാൻ ഒരു ചെറിയ കയറുകൊണ്ട് ഒരു കാലിൽ ബന്ധിച്ചിരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആനകൾ ചെറിയ കയർ പൊട്ടിക്കാൻ പോലും ശ്രമിക്കാത്തതെന്ന് അയാൾ അത്ഭുതപ്പെട്ടു. അവയ്ക്കതിന് എളുപ്പം കഴിയുമായിരുന്നു, പക്ഷെ അവയൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ആനകൾ എന്തുകൊണ്ടാണ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം പോലും നടത്താതെ നിൽക്കുന്നതെന്ന് അടുത്തു നിന്ന ഒരു പരിശീലകനോട് അയാൾ ചോദിച്ചു. പരിശീലകൻ മറുപടി പറഞ്ഞു, ആന കുഞ്ഞായിരുന്നത് മുതൽ ഇതേ വലിപ്പത്തിലുള്ള കയറിലാണ് ബന്ധിച്ചിരുന്നത്. ആ പ്രായത്തിൽ അവയെ തളയ്ക്കാൻ ഇത് മതിയായിരുന്നു. അന്ന് അവ ഇത് പൊട്ടിക്കാനായി പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും കഴിയാതെ ആയപ്പോൾ ആ ശ്രമം അവിടെ ഉപേക്ഷിക്കുകയായിരുന്നു. വളർന്നപ്പോഴും അവയുടെ വിചാരം കയർ പൊട്ടിക്കാൻ തങ്ങളെ കൊണ്ട് ആവില്ലെന്നാണ്. അതുകൊണ്ട് പൊട്ടിക്കാനുള്ള ശ്രമം പോലും അവ നടത്തുന്നില്ല. തന്നെ കൊണ്ട് സാധിക്കില്ലെന്ന വിശ്വാസം കുറേ കാലമായി മനസ്സിലുറച്ചതുകൊണ്ട് മാത്രമാണ് കയർ പൊട്ടിച്ച് ആന രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത്. നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവയ്ക്ക് യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ കഴിവുകളെ ചെറുതാക്കി കാണിക്കുന്ന, പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ മാറ്റിയില്ലെങ്കിൽ നമ്മൾ സ്വയം അടിച്ചേൽപ്പിച്ച ആ പരിമിതികളുടെ ബന്ധനം പൊട്ടിച്ച് പുറത്തു കടക്കാൻ നമുക്കാകാതെ പോകും. എഴുത്തുകാരനായ മരിയൻ വില്യംസൺ പറഞ്ഞിട്ടുണ്ട്, ചിന്തകളല്ലാതെ മറ്റൊന്നും നിങ്ങളെ ബന്ധനസ്ഥരാക്കുന്നില്ല. ഭയമല്ലാതെ മറ്റൊന്നും നിങ്ങളെ പരിമിതപ്പെടുത്തുന്നില്ല. വിശ്വാസമല്ലാതെ മറ്റൊന്നും നിങ്ങളെ നിയന്ത്രിക്കുന്നില്ല. ആനയുടെയും കയറിൻ്റെയും കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമായതാണ് വിശ്വാസവും യാഥാർത്ഥ്യവും രണ്ടും വ്യത്യസ്തങ്ങളായ രണ്ട് കാര്യങ്ങളാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന, പരിമിതികൾ സൃഷ്ടിക്കുന്ന, നമ്മുടെ കഴിവുകളെ ചെറുതാക്കി കാണിക്കുന്ന വിശ്വാസങ്ങളെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് കഴിയും, അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ മനസ്സ് അതിനെ ശക്തിപ്പെടുത്തും, യാഥാർത്ഥ്യമാക്കും. ബി പോസിറ്റീവ്. Fourth question. In the picture, O is the center of the circle and A, B, C, D are the points on the circle. Are the lines AB and CD equal? Y? ചിത്രത്തിൽ O വൃത്തത്തിൻ്റെ കേന്ദ്രവും എ ബി സി ഡി വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. എ ബി സി ഡി എന്നീ വരകൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? ഇതാണ് ചിത്രം. O എന്നുള്ളത് വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. എ ബി സി ഡി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എ ബി സി ഡി എന്നീ വരകൾക്ക് ഒരേ നീളമാണോ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ രണ്ട് ത്രികോണങ്ങൾ കാണുന്നുണ്ട്. എ ബിയും സി ഡിയും എന്നുള്ളത് ആ ത്രികോണങ്ങളുടെ വശങ്ങളാണ്. അപ്പോൾ അവ തുല്യമാണ് എന്ന് തെളിയിക്കാനായി ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എന്ന് തെളിയിച്ചാൽ മതി. നമുക്ക് രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എന്ന് തെളിയിക്കാൻ ഒന്നുകിൽ ആ ത്രികോണങ്ങളുടെ 3 ജോഡി വശങ്ങൾ തുല്യമാവണം, അല്ലെങ്കിൽ ഒരു വശവും അതിൻ്റെ രണ്ട് എൻഡിലുമുള്ള കോണുകളും തുല്യമാവണം, അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളും അതിനിടയ്ക്കുള്ള കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് വശത്തിനോടും അതിൻ്റെ ഇടയ്ക്കുള്ള ആ കോണിനോടും തുല്യമാണെങ്കിൽ നമുക്ക് ത്രികോണങ്ങൾ തുല്യമാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഏതുപയോഗിച്ചാണ് നമുക്കിത് തുല്യമാണ് എന്ന് പറയാൻ പറ്റുകയെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഈ രണ്ട് കോണുകൾ മാത്രമേ തന്നിട്ടുള്ളൂ. കാരണം വൃത്തകേന്ദ്രം O ആണെന്ന് തന്നിട്ടുണ്ട്. എയും ബിയും സി ഡിയും വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. അതുകൊണ്ട് ഒ എ, ഒ ബി, ഒ സി, ഒ ഡി ഇവയെല്ലാം ആരങ്ങളാണ്. ആരങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ആരങ്ങളും അതിനിടയ്ക്കുള്ള ഈ കോണും ഈ ത്രികോണത്തിൻ്റെ ഈ രണ്ട് ആരങ്ങളോടും അതിനിടയ്ക്കുള്ള ഈ കോണിനോടും തുല്യമാണെന്ന് നമുക്ക് തെളിയിക്കാം. ത്രികോണം എ ബി ഒ, ത്രികോണം സി ഡി ഒ. ത്രികോണം എ ബി ഒ, ത്രികോണം സി ഡി ഒ, ഈ രണ്ട് ത്രികോണങ്ങൾ കൺസിഡർ ചെയ്യുക, പരിഗണിക്കുക. അതിൽ ഈ ഒരു ജോഡി നമുക്ക് ആദ്യം എടുക്കാം. ഒ എ സമം ഒ സി. ഒ എ സമം ഒ സി.
കാരണം ആരങ്ങളാണ്. ആരങ്ങൾ തുല്യം. ആരങ്ങൾ തുല്യം, റേഡിയൈ ആർ ഈക്വൽ. അപ്പോൾ ഈ ഒരു ജോഡി വശങ്ങൾ തുല്യമാണെന്ന് കിട്ടി. അടുത്തത് ഈ വശങ്ങൾ എടുക്കാം. ഒ ബി സമം ഒ ഡി. അതിനും ഇതേ റീസൺ തന്നെ. ആംഗിൾ എ ഒ ബി സമം ആംഗിൾ സി ഒ ഡി. അതിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട്. ദെർഫോർ ത്രികോണം എ ബി ഒ ത്രികോണം സി ഡി ഒ ഇവ തുല്യമാണ്, ഈക്വലാണ്. ദെർഫോർ എ ബി സമം സി ഡി. കാരണം ഈ 80 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശമാണ് എ ബി. ഈ ത്രികോണത്തിൽ 80 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നതാണ് സി ഡി. അപ്പോൾ എ ബി സമം സി ഡി. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ഈ രണ്ട് വശങ്ങൾക്കും ഒരേ നീളമാണ്. Fifth question. In the picture, O is the center of the circle and A, B, C are points on the circle. Angle AOB and angle AOC are equal. Are the lines AB and AC equal? Why? ചിത്രത്തിൽ O വൃത്തത്തിൻ്റെ കേന്ദ്രവും ABC വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. ആംഗിൾ AOB, ആംഗിൾ AOC എന്നീ കോണുകൾ തുല്യമാണ്. AB, AC എന്നീ വരകൾക്ക് ഒരേ നീളമാണോ? എന്തുകൊണ്ട്? ഈ ചോദ്യത്തിൽ എ ബി എ സി എന്നീ വരകൾക്ക് ഒരേ നീളമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എ ബി എ സി എന്നുള്ളത് ഈ രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങളാണ്. അതേപോലെ ഈ രണ്ട് ത്രികോണങ്ങളുടെ ഈ ഓരോ കോണുകളും തന്നിട്ടുണ്ട്. ഇപ്പോൾ ത്രികോണം എ ഒ ബി, ത്രികോണം എ ഒ സി. അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങൾ എടുക്കാം. ത്രികോണം എ ഒ ബി, ത്രികോണം എ ഒ സി. ഇതിൽ ഒ ബി എന്നുള്ളതും ഒ സി എന്നുള്ളതും വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. അവ തുല്യമാണ്. അപ്പോൾ ഈ ഒരു ജോഡി വശങ്ങൾ തുല്യമാണ്. ഒ ബി സമം ഒ സി. ഇതിൻ്റെ റേഡിയസ് ആരങ്ങൾ തുല്യമാണ്. ഒ എ എന്നുള്ളത് ഈ രണ്ട് ത്രികോണങ്ങളുടെയും കോമൺ സൈഡാണ്, പൊതുവായ വശമാണ്, അത് ആരവുമാണ്. അപ്പോൾ ഒ എ സമം ഒ എ കോമൺ സൈഡ് എന്ന് പറയാം, പൊതുവായ വശം. അപ്പോൾ ആംഗിൾ എ ഒ ബി സമം ആംഗിൾ എ ഒ സി. ഈ ത്രികോണത്തിൻ്റെ ഈ രണ്ട് വശങ്ങളും അവ ചേരുന്ന ഈ കോണും ഈ ത്രികോണത്തിൻ്റെ ഈ രണ്ട് വശങ്ങളോടും അവ ചേരുന്ന കോണിനോടും തുല്യമാണ്. അപ്പോൾ ഈ ത്രികോണങ്ങൾ തുല്യമാണ്. അപ്പോൾ ത്രികോണം എ ഒ ബി, ത്രികോണം എ ഒ സി ഇവ തുല്യമാണ്. രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണും തുല്യമാണ്. ദെർഫോർ എ ബി സമം എ സി. തുല്യ കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ദെർഫോർ എ ബി ഈക്വൽസ് എ സി. കുട്ടികളെ, നാലാമത്തെ ക്വിസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നെക്സ്റ്റ് ക്വിസും കൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു.